ഈ വീഡിയോയിൽ പരാമർശിക്കാൻ പോകുന്ന വിഷയം റഷ്യ ഉക്രൈൻ വാറാണ്. ഈ അടുത്ത സമയത്ത് ഒരു റഷ്യയുടെ ഫോർമൽ ഡിപ്ലോമാറ്റ് അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഈ വാർ ഫർദർ നീണ്ടു നിൽക്കുകയാണെങ്കിൽ റഷ്യയുടെ പതനത്തിന് വലിയ സമയം താമസമില്ല. കൂടിപ്പോയ 2 അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ റഷ്യയിൽ വലിയ ഇഷ്യൂ ഉണ്ടാവും. കാരണം ആ രീതിയിലാണ് കംപ്ലീറ്റ് യു ടേൺ അടിച്ചു. അതായത് കംപ്ലീറ്റ് ആയിട്ട് യു ടേൺ അടിച്ചു. നിങ്ങൾക്കറിയാവുന്ന വസ്തുത, എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്, റഷ്യ ലോങ് റേഞ്ച് മിസൈൽ ഉക്രൈൻ്റെ മേലും അതിങ്ങനെ കണ്ടിന്യൂസ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. കീവിലോട്ടും മറ്റുള്ളിടത്തോട്ടും ആ പ്രോസസ്സ് അവർ നടത്തുന്നുണ്ട്. പക്ഷെ ഉക്രൈൻ വന്നിരിക്കുന്ന പ്രത്യാക്രമണം, അതായത് റിറ്റാലിയേറ്ററി അറ്റാക്ക് എന്ന് പറയുന്നത്, റഷ്യ അട്ടപ്പാട്ടലമാണ് തകർത്ത് നാശമായേക്കുന്നത് കഴിഞ്ഞ 30 ദിവസം കൊണ്ട്. കഴിഞ്ഞ 1 മാസമാണ്, ഏകദേശം 25-30 ദിവസമാണ് എടുത്തിരിക്കുന്നത്. റഷ്യയുടെ കൺട്രോളിലല്ല ക്രീമിയ എന്ന് പറഞ്ഞ് 2014 അവര് അനക്സേഷൻ ചെയ്ത സ്ഥലം, ഒരു ദ്വീപാണ് ഈ സംഭവം. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യ അതിനുശേഷം ഹ്യൂജ് ആയിട്ടുള്ള പാലം നിർമ്മിച്ചു. ആ പാലമെല്ലാം അവിടെ ദൂരെ കളഞ്ഞ് അവിടെയുള്ള പട്ടാളക്കാരെ, അതായത് റഷ്യൻ പട്ടാളക്കാർ ഓരോരുത്തരായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരാണ് മരിക്കുന്നത്. അതായത് ഉക്രൈന്റെ പ്രത്യാക്രമണം എന്ന് പറഞ്ഞാൽ റഷ്യൻ പ്രസിഡന്റും അല്ല, അവിടുത്തെ ജനങ്ങളല്ല, ലോകത്തിൽ പോലും ആൾക്കാർ ഇത്രയും പ്രെഡിക്റ്റ് ചെയ്തില്ല ഈ രീതിയിൽ ഉക്രൈൻ ആക്രമിക്കാൻ സാധിക്കുമോ. മനസ്സിലാക്കുക. പല ബ്രിട്ടീഷ് ഇന്റലിജൻസ് ആണെങ്കിലും മറ്റുള്ള ഇന്റലിജൻസ് ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഏകദേശം 12 ലക്ഷത്തിൽ പരം റഷ്യൻ സൈനികരാണ് ഈ 4 വർഷത്തെ വാറിൽ മരിച്ചിരിക്കുന്നത്. ഏകദേശം 2.5-3 ലക്ഷത്തോളം ഉക്രൈൻ സൈനികർ. ഉക്രൈൻ സൈന്യമല്ല ബേസിക്കലി, ആൾക്കാർ സൈന്യത്തെ ഒന്ന് ജോയിൻ ചെയ്തത്. ഉക്രൈൻ ഒരു പ്രൊഫഷണൽ സൈന്യമുള്ള രാജ്യമേ ആയിരുന്നില്ല. പക്ഷെ 4 വർഷം പല ആൾക്കാരും പോയി ട്രെയിനിങ് എടുത്ത് ആ സൈന്യത്തിൽ വന്നു. അതിനകത്ത് മേജർ അച്ചീവ്മെന്റ് എന്ന് പറയുന്ന സംഭവം, റഷ്യ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിലും പെട്രോളിയം പ്രോഡക്ട്സും ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ്. ഏകദേശം പ്രധാനപ്പെട്ട 14ഓളം അവർക്ക് റിഫൈനറീസ് ഉണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുക. ഈ വീഡിയോക്കകത്ത് ഈ കാണിച്ചിരിക്കുന്നത് മനസ്സിലാക്കുക, റഷ്യയുടെ റിഫൈനറീസ് 14 മേജറും മിഡ് സൈസും ചെറിയ സൈസുമായിട്ടുള്ള റിഫൈനറീസ് വലിയ രീതിയിലുള്ള അറ്റാക്കാണ് നടന്നേക്കുന്നത്. അതായത് റഷ്യയുടെ പ്രധാനപ്പെട്ട എല്ലാ റിഫൈനറീസും ഷട്ട് ഡൗൺ ചെയ്തു. കാരണം അത് റിപ്പയർ ചെയ്യുന്നു. വീണ്ടും അതിന്റെ മുമ്പിൽ ഈ ചീപ്പായിട്ട് 15,000-20,000 FP-15 എന്ന് പറയുന്ന ഒരു ഡ്രോൺ ആണ് ഉക്രൈൻ നിർമ്മിക്കുന്നത്. കാരണം അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്, ഇപ്പൊ പുതിയ വീഡിയോസും പുതിയ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയും പറയുന്നത് അതിന്റെ റേഞ്ച് 1500 മുതൽ 2000 കിലോമീറ്റർ വരെ പോകാൻ സാധിക്കും. അതാണ് കാരണം അവർ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്തു. ഇതിന്റെ മോട്ടറും മറ്റുള്ള പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നു. അവരുടെ കമ്പനികളാണ് ഇത് ഉണ്ടാക്കുന്നത്. അവരുടെ ഫ്ലെമിംഗോ എന്ന് പറയുന്ന അവർ തന്നെ ഡെവലപ്പ് ചെയ്ത ലോങ് റേഞ്ച് മിസൈൽ, അതും വല്ലാത്ത രീതിയിലാണ് റഷ്യൻ ടെറിട്ടറിക്കകത്ത്. അതായത് മനസ്സിലാക്കുക, റഷ്യയുടെ ടെറിട്ടറി എന്ന് പറയുന്ന അങ്ങ് കസാക്ക് വരെ കിടക്കുന്ന അവിടെ സൈബീരിയൻ, അവിടെയുള്ള റിഫൈനറിയെ പോലും ഈ ഉക്രൈൻ ഡ്രോണുകളും അതേപോലെ തന്നെ മിസൈൽസും കയറി അറ്റാക്ക് ചെയ്തു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഏകദേശം 14 മേജർ റിഫൈനറി, ബിഗും ചെറുതുമായിട്ടുള്ള റിഫൈനറി, മിഡ് സൈസ്, അതിൽ ഏകദേശം എല്ലാം അടച്ചിട്ടേക്കും. റഷ്യ ഇന്ത്യയിൽ നിന്നും മാത്രമല്ല പെട്രോളിയം പ്രോഡക്ട്സും ഡീസലും പെട്രോളും വാങ്ങുന്നത്. റഷ്യ ഈ പ്രോഡക്റ്റ് ബെലാറസിൽ നിന്നും വാങ്ങുന്നുണ്ട്, കസാക്കിസ്ഥാനിൽ നിന്നും വാങ്ങുന്നുണ്ട്, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും വാങ്ങുന്നുണ്ട്. കാരണം ഷോർട്ടേജായി, വല്ലാത്ത ഷോർട്ടേജായി. ഇനി അടുത്ത സംഭവം, റഷ്യയുടെ പോർട്ടുകൾ, തുറമുഖങ്ങൾ ഒരെണ്ണം പോലും വിട്ടില്ല, എല്ലായിടത്തും കയറി അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പൊ അടുത്ത ചോദ്യം, എവിടെ പോയി റഷ്യയുടെ നാവികസേന?
ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ നാവികസേന എന്നാണ് റഷ്യയെ പറ്റി അറിഞ്ഞിരുന്നത്. അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ആ രീതിയിലാക്കി കളഞ്ഞു. അതേപോലെ ഏകദേശം 60 മുതൽ 70, ചില കണക്കുകൾ പറയുന്നത് 100ഓളം റഷ്യയുടെ ഷാഡോ ഷിപ്പുകൾ. കാരണം നിങ്ങൾക്കറിയാം റഷ്യക്കെതിരെ ഉപരോധമാണ് മറ്റുള്ള രാജ്യങ്ങൾ. അപ്പൊ അവര് ഷാഡോ ഷിപ്പ് വെച്ചാണ് അവരുടെ ഓയിൽ പ്രോഡക്റ്റുകൾ കൊടുക്കുന്നതും വാങ്ങുന്നതും തിരിച്ചെടുക്കുന്നതും ഒക്കെ. കാരണം രജിസ്റ്റേർഡ് ആയിട്ടുള്ള കമ്പനികൾ നടത്തത്തില്ല, കാരണം അവർക്ക് പിന്നെ അവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് കളയും. അപ്പൊ ഏകദേശം 60, 70 അല്ലെങ്കിൽ 100 അടുപ്പിച്ച് വരുന്ന റഷ്യയുടെ ഷാഡോ ഷിപ്പുകൾ അത് ബ്ലാക്ക് സീയില് അവിടെ മുഴുവനും കത്തിപ്പോയി. അതായത് കാരണം സാധനം ഇങ്ങോട്ട് വരാനും പറ്റത്തില്ല, അങ്ങോട്ട് പോകാനും പറ്റത്തില്ല. ഈ ചീപ്പായിട്ടുള്ള ഏകദേശം 15,000, 20,000 രൂപ വിലയുള്ള ഉക്രൈൻ ഡെവലപ്പ് ചെയ്ത വളരെ ചീപ്പായിട്ടുള്ള ഡ്രോണുകളാണ് ഇത് അറ്റാക്ക് ചെയ്യുന്നത്. ഇനി അടുത്ത ചോദ്യം എല്ലാരും, അപ്പൊ റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം എന്ത് ചെയ്യും? ഇപ്പൊ ഗ്ലോബലായിട്ട് തന്നെ പറയുന്ന റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റമാണ് ലോകത്തിലെ ഏറ്റവും മികച്ചത്. അവര് ഡെവലപ്പ് ചെയ്താണ് S-400, അതേപോലെ S-500. ഇതിന്റെ ഹ്യൂജ് വിലയാണ്. കാരണം ഈ S-400 എന്ന് പറഞ്ഞ ഈ എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 10,000-15,000 കോടിയാണ് ഇന്ത്യൻ കറൻസിയുടെ വില. അങ്ങനെയാണ് ഇന്ത്യ ഏകദേശം 5 എണ്ണത്തോളം അവരുടെ നിന്ന് വാങ്ങിയത്. അത് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ്, അവരുടെ തന്നെ ടെക്നോളജിയാണ്. മറ്റുള്ള എയർ ഡിഫൻസ് സിസ്റ്റം റഷ്യക്കുണ്ട്, അത് മുഴുവനും മോസ്കോയിലും മറ്റുള്ള പ്രദേശങ്ങളിലും ഉണ്ട്. ഈ പറയുന്ന കീ ഇൻസ്റ്റലേഷനാണ് റിഫൈനറി എന്ന് പറയുന്നത്. അപ്പൊ അതൊന്നും ഈ പറയുന്ന ഡ്രോണിന്റെ മുമ്പിൽ പ്രവർത്തിക്കുന്നില്ല. അപ്പൊ അതാണ് അടുത്ത പ്രൂവ് ചെയ്യുന്ന റഷ്യൻ എക്കോണമിയുടെ സ്ഥിതി സാഡ് പാർട്ടാണ്. കാരണം അവരുടെ ഏറ്റവും വലിയ റവന്യൂ എന്ന് പറയുന്ന എനർജിയാണ്, എണ്ണയാണ്. ഈ സംഭവർക്ക് ആ സ്വന്തം രാജ്യത്ത് അതിന് ഷോർട്ടേജ് ഉണ്ടാവുകയാണ്. വാഹനങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്, കാരണം പെട്രോളും ഡീസലും അടിക്കാൻ സാധിക്കുന്നില്ല, കാരണം ഷോർട്ടേജ് ആണ്. അപ്പൊ റഷ്യയുടെ ഈ പോക്ക് പോവുകയാണെങ്കിൽ അടുത്ത ചോദ്യമാണ്, എത്ര നാൾ റഷ്യക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും? ഒന്നാമത് അവരുടെ ഷിപ്പുകൾ അറ്റാക്ക് ചെയ്യുന്നു, അവരുടെ തുറമുഖങ്ങൾ അറ്റാക്ക് ചെയ്യുന്നു, അവരുടെ റിഫൈനറികൾ അറ്റാക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇന്ത്യക്കും പ്രശ്നമുണ്ടായി. കാരണം ഇന്ത്യയുടെ T-90 ടാങ്കുകൾ റഷ്യൻ ഒറിജിനാണ് ഈ സാധനം. അതിന്റെ സ്പെയർ പാർട്സുകൾ കഴിഞ്ഞ 1 വർഷമായിട്ട് കിട്ടുന്നില്ല. അതുണ്ടാക്കുന്ന, അതായത് റഷ്യൻ T-90 ടാങ്കുകൾ ഉണ്ടാക്കുന്ന അവിടെ അറ്റാക്ക് ചെയ്തു ഈ ഉക്രൈൻ അവരുടെ ഈ പറയുന്ന ഡ്രോണും അവരുടെ മിസൈലും വെച്ച്. അതേപോലെ തന്നെ MiG-29 അത് സുക്കോയ് 30MK ഇതിന്റെ സ്പെയർ പാർട്സുകളും കിട്ടുന്നില്ല കഴിഞ്ഞ 1 വർഷമായിട്ട്. ഒറ്റൊരു സ്പെയർ പാർട്സിൽ. അതുകൊണ്ട് ഇന്ത്യയിലെ പല സ്ക്വാഡ്രനും ഫ്ലൈ ചെയ്യാൻ ഫ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. ഈ സ്ഥിതിയിലോട്ടാണ് റഷ്യ പോയിരിക്കുന്നത്. സാമ്പത്തികമായിട്ട് തകരുന്നു. അവർ ഓയിൽ എന്ന് പറയുന്നത് ആ രാജ്യത്ത് തന്നെ കൊടുക്കാതെ ഇല്ലാതാകുന്നു. പോർട്ടുകളും ഷിപ്പുകളും അറ്റാക്ക് ചെയ്യുന്നു. കീ ഇൻസ്റ്റലേഷൻ മുഴുവൻ അറ്റാക്ക് ചെയ്യുന്നു. ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെന്റ് അറ്റാക്ക് ചെയ്യുന്നു. മോസ്കോ സിറ്റി അറ്റാക്ക് ചെയ്യുന്നു. ഈ രീതിയിലാണ് ഉക്രൈൻ ടേൺ ചെയ്ത് ഈ വാറിന്റെ എഡ്ജ് വന്നിരിക്കുന്നത്. ഈ സ്ഥിതിയിൽ പുടിൻ എന്ത് ചെയ്യാൻ സാധിക്കും? പുടിൻ ഈ പറയുന്ന 2-3 മാസത്തിനുള്ളിൽ വാർ നിർത്തിയില്ല എങ്കിൽ റഷ്യയുടെ വെടി തീർന്നു പോകും. ഈ സ്ഥിതിയിലാണ് ഇതാണ് ഗ്ലോബലായിട്ടുള്ള സ്ട്രാറ്റജിക് എക്സ്പേർട്ടുകൾ പറയുന്നത്. പഴയ ലോകത്തിലെ 2ാമത്തെ പവർഫുൾ ആയിരുന്ന റഷ്യ ഏറ്റവും മോശമായ രാജ്യമായി മാറുന്നത്. കാരണം സ്ട്രാറ്റജിയിലും മിലിറ്ററിയിലും അവർക്ക് തൊടാൻ പറ്റുന്നില്ല. കാരണം റഷ്യയുടെ കയ്യിൽ ഹൈ എൻഡ് ടെക്നോളജി ഇല്ല. ഈ റഷ്യയുടെ കയ്യിൽ നിന്നാണ് ചില ആൾക്കാർ പറയുന്നത് ഇന്ത്യ Su-57 വാങ്ങണമെന്ന്. അവരുടെ 57 ഫ്ലൈ ചെയ്യുന്നില്ല. അവിടെ റഷ്യയുടെ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ഫ്ലൈ ചെയ്യുന്നില്ല. കാരണം എപ്പോ പറഞ്ഞാലും വെടിവെച്ചിടുകയാണ്. അതേപോലെ തന്നെ റഷ്യക്ക് അനുകൂലമായിട്ട് 9ഓളം രാജ്യങ്ങള്, റഷ്യക്ക് എതിരായിട്ട് 9ഓളം രാജ്യങ്ങള് ഉക്രൈന്റെ വശം കൂടി അവരും കൂടി സാധനങ്ങൾ സപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഇതോടുകൂടി മനസ്സിലാക്കുക, റഷ്യക്ക് കിട്ടിയിരിക്കുന്ന ഈ അടിയോടുകൂടി അമേരിക്ക കഴിഞ്ഞാൽ റഷ്യ എന്നുള്ള സ്ഥാനം ഇല്ലാതാവുകയാണ്. അപ്പൊ ഇന്ത്യയും പുതിയ സ്ട്രാറ്റജികൾ എടുക്കുകയാണ്. കാരണം ഈ പറയുന്ന മിലിറ്ററി ഹാർഡ്വെയർ റഷ്യ ഇന്ത്യൻ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരുവിധ ഫാക്ടറികളെല്ലാം പൊളിഞ്ഞുപോയി. ഇതിന്റെ മുകളിലെല്ലാം ബോംബിട്ടു. കാരണം അവർക്കും ഇന്ത്യ സപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ആ രീതിയിലോട്ടായി മാറി. അതായത്
വ്ളാദിമിർ പുടിൻ റഷ്യ എന്ന് പറഞ്ഞ രാജ്യത്തെ യുദ്ധത്തിൽ നിന്നും അരാജകത്വത്തിലോട്ട് കൊണ്ടുപോയി ആ രാജ്യത്തെ നശിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഒന്നുമല്ലായിരുന്ന പട്ടാളം ഒന്നുമല്ലായിരുന്ന ഉക്രൈൻ എന്ന് പറയുന്നത് റഷ്യക്കെതിരെ കൃത്യമായി എഡ്ജോടുകൂടി മുന്നോട്ട് പോകുന്നു. ആ രസകരമായ കാഴ്ച ഇപ്പുറത്തും കാണാൻ സാധിക്കും. ഇതാണ് യുദ്ധം എന്ന് പറയുന്നത്. വൺ സൈഡഡ് ആയിരിക്കത്തില്ല, ഏത് സമയത്തും തിരിച്ചു വരാം. അതിന്റെ ഏറ്റവും പ്രധാന ഉദാഹരണം തന്നെയാണ് ഉക്രൈൻ എങ്ങനെയാണ് റഷ്യയെ അറ്റാക്ക് ചെയ്യുന്നത്, എത്രമാത്രം എഡ്ജ് സുപ്പീരിയോറിറ്റി ഉക്രൈന് റഷ്യയുടെ മുകളിൽ കിട്ടി എന്നുള്ളത്. കാരണം ഈ റഷ്യ ഉക്രൈൻ വാർത്ത ശ്രദ്ധിക്കുന്നവർക്ക് കൃത്യമായിട്ട് പിടികിട്ടും. റഷ്യ ഈ വാറ് ഉക്രൈൻ എന്ന് പറഞ്ഞ ഒന്നുമല്ലാത്ത രാജ്യത്തിന്റെ കയ്യിൽ നിന്ന് അടികിട്ടി തോൽക്കാൻ പോകുന്ന ലക്ഷണമാണ് കാണുന്നത്.